ഓക്കെ, കമൻറ്റുകൾക്ക് മറുപടിയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ധാരാളം വാക്കുകളൊക്കെയും അപ്പോൾ പലരും പലതും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം ഒന്നും പ്രസക്തമായതല്ല എന്നതും ഒരു വാക്കിൽ ഒതുങ്ങിയ ഒരു ടെക്സ്റ്റ് കൊണ്ട് മറുപടി പറയാൻ പറ്റാത്തതായതുകൊണ്ടുമാണ് പലപ്പോഴും അവോയ്ഡ് ചെയ്യാണ്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യുകയോ അതല്ലെങ്കിൽ വെബിനാറിൽ പങ്കെടുക്കുകയോ ചെയ്താൽ പൂർണ്ണമായും കിട്ടും. അതിലെനിക്ക് വളരെ നന്നായി തോന്നിയ ചിലതാണ്. ഒന്ന്, മിഷ്വാർ. ഒരാൾ പറഞ്ഞു ടാക്സിക്ക് മിഷ്വാർ എന്ന് പറയൂലേ എന്ന്. ഒരു ചെറിയ തെറ്റിദ്ധാരണയാണത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ മിഷ്വാർ എന്ന പദം പലപ്പോഴായി പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ സൗദി അറേബ്യയിൽ ഉൾപ്പെടെ പൊതുവായ അറബികൾ പറയാറുണ്ട് ഹുദ് മിഷ്വാർ, നീ ഒരു മിഷ്വാർ എടുത്തോ എന്ന് പറയും. ആന അബ്ഗ മിഷ്വാർ. ഞാനിപ്പോൾ ഒരു ജിദ്ദയിൽ നിന്ന് വണ്ടി പോകാൻ വേണ്ടി വെറ്റി എന്ന് ഒരാളോട് ചെന്ന് കൈ കാണിച്ചു. തബാ മിഷ്വാർ എന്നാണ് ചോദിക്കുക. നിങ്ങൾക്ക് മിഷ്വാറാണോ? എന്താ മിഷ്വാർ എന്ന് പറയുന്നത്? സ്വന്തമായി നാം ഒരു സ്ഥലത്തേക്ക് ഓർഡർ പിടിക്കുന്നതിന് പറയുന്ന പേരാണ് മിഷ്വാർ. ഒറ്റ വാക്കിൽ ഉത്തരം ഇതിനില്ല. വർഷങ്ങളായി അറബികളുടെ കൂടെ ജീവിച്ചതിൽ നിന്ന് കിട്ടിയ ഒരു ശൈലിയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങൾ ഒരു വണ്ടിക്കാരനെ കണ്ടിട്ട് ഒരാളെ പാർട്ട്ണർഷിപ്പിൽ ഒരു പാർട്ടിസിപ്പേഷനിൽ ഒരാളുടെ കൂടെ പോകുന്നത് ടാക്സി തന്നെയാണ്. കാരണം ടാക്സിക്കാർ എല്ലാവരും പോവുക ടാക്സി എന്നാണ് പറയാം. പക്ഷെ നിങ്ങൾ സ്വന്തമായി ഒരു വണ്ടി ഓർഡർ പിടിക്കുന്നതിന് മിഷ്വാർ എന്നാണ് പറയാം. ഈ മിഷ്വാർ എന്ന് അപ്പോൾ ഓർഡർ ചെയ്യാന്നല്ല, ഭക്ഷണം ഓർഡർ ചെയ്യുന്ന മിഷ്വാർ പറയൂല. വാഹനം സ്വന്തമായി പിടിച്ചു പോകുന്നതിന് മാത്രമാണ് മിഷ്വാർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താ പറയേണ്ടത്? നിങ്ങൾക്കൊരു വണ്ടിയെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു യാത്രയ്ക്ക് വേണ്ടി വിളിക്കണം, മിഷ്വാർ. അതിൻ്റെത് മഷാവീർ എന്നാണ് അതിൻ്റെ പ്ലൂറൽ. എന്തിനാ മിഷ്വാർ? ഇപ്പോൾ എൻ്റെ ഒരു വണ്ടി ഒരാൾ വിളിക്കാൻ വന്നു. ഞാൻ പറഞ്ഞു മാലേഷ്യ എന്തി മിഷ്വാർ, എനിക്കൊരു പ്രത്യേക ഓർഡർ പോകാനുണ്ട്, ഒരാൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുവാൻ മിഷ്വാർ. എനിക്കൊരു വണ്ടി സ്പെഷ്യലായിട്ട് സ്ഥലത്തേക്ക് പോകാൻ ഓർഡർ വേണം എന്ന് പറയാൻ അബ്ഗാ മിഷ്വാർ. അപ്പോൾ ഇത് ടാക്സി എന്ന് പറയുമ്പോൾ ആ ടാക്സിക്ക് സെപ്പറേറ്റ് നിങ്ങൾക്കറിയാമല്ലോ, സയ്യാറ ഉജ്റ എന്ന് പറയുന്ന, ലെമൂസിൻ എന്ന് പറയുന്ന, ടാക്സി എന്ന് പറയുന്നത് വേറെയാണ്. അതും ഇതുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ടെന്ന് മാത്രം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. രണ്ടാമത് നമ്മൾ പറയുന്നൊരു വാക്കാണ് അസാസ്. വേറൊരാൾ ചോദിച്ചിട്ടുണ്ട് അസാസ് എന്നതിന് പ്രൈമറിയിലെ എന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഒരു വസ്തുവിൻ്റെ അടിസ്ഥാനത്തിനാണ് അസാസ് എന്ന് പറയാം. ഇപ്പം തെസീസ് എന്ന തറക്കല്ലിടുക, അടിസ്ഥാനം, അതുപോലെ ഫൗണ്ടേഷൻ എന്ന അർത്ഥത്തിന് അസാസ്, തെസീസ് ഒക്കെ പറയാറുണ്ട്. അതായത് ഒന്നിൻ്റെ മോഡിഫൈ ചെയ്യുന്നതിന് മുമ്പുള്ള ആദ്യഘട്ടത്തിന് അസാസ് എന്ന് പറയും. എന്നാൽ അലസാസ് എന്ന് പറയുമ്പോൾ ഈ കാരണത്താൽ എന്നൊരർത്ഥത്തിനും അലസാസ് എന്ന് പറയാറുണ്ട്. കാരണത്തിന് നമ്മൾ 3 കാര്യം നേരത്തെ പറഞ്ഞു. അഷാൻ, അലഷാൻ, മിഷാൻ എന്നൊക്കെ വ്യത്യസ്തമായ ഉപയോഗങ്ങൾ അറബികൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞെടുത്തൊരു അസാസ് ഞാൻ പറഞ്ഞിരുന്നു. ആ അസാസിന് അടിസ്ഥാനം എന്നൊരർത്ഥവും കൂടി ഉണ്ട് എന്നാണ്. അസാസൻ, അടിസ്ഥാനമായി എനിക്കതറിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം അസാസി എന്ന ഒരു പദമാണ്. ഇങ്ങനെ ഓരോ പദങ്ങളുടെയും വ്യത്യസ്തമായ യൂസേജുകൾ അറബി ഭാഷ സമുദ്രം പോലെ പരന്നു കിടക്കുകയാണ്. നമുക്ക് അത്യാവശ്യമായതൊക്കെയും പഠിച്ചും പ്രയോഗിക്കുവാനൊക്കെ ഉള്ള ഒരു പഠനവും പരിശീലനവുമാണ് അറബിക് യൂണിയുടെ ക്ലാസ് റൂമിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ അത് കോഴ്സിൽ ചേരുകയാണ് അതിൻ്റെ മാർഗം. അല്ലെങ്കിൽ വെബിനാറിൽ നേരിട്ട് ലൈവിലൂടെ നമുക്ക് ചോദിക്കാവുന്നതാണ്. ശുക്രൻ, മഅസ്സലാമ.